ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫാഷൻ റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഫാഷൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് DMസിലൊക്കെ വന്ന ഒരു സജസ്റ്റഡ് കോണ്ടന്റും കൂടെയാണ് ഇന്നത്തേത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ലോഞ്ചറീസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് സജഷൻ വന്നത്. അപ്പോൾ ലോഞ്ചറീസ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ യൂസ് ചെയ്ത ബ്രാസ്, പാൻറ്റീസ്, അതുപോലെ തന്നെ നൈറ്റ് വെയർസ് എല്ലാം. ഇപ്പം നമ്മളൊരു ഡ്രസ്സ്, ഒരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യല്ലോ, അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അതിന് ഇടുന്ന ഇന്നർവെയർസ്, അതായത് ബ്രാസ്. നമുക്കിപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാനും കോൺഫിഡൻറ്റോടെ ഇരിക്കാനും പിന്നെ സാഗിങ്ങിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഔട്ട്ഫിറ്റ് എത്രത്തോളം നന്നായിട്ട് കാണാനും ഇതിന്റെ അകത്തിട്ടിരിക്കുന്ന ഈ ഒരു ബ്രാസും ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പല ഔട്ട്ഫിറ്റ്സിന് ഞാൻ മേടിച്ചിട്ടുള്ള ഡിഫറെന്റ് ബ്രാസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഞാൻ പൊതുവേ ബ്രാസ് എല്ലാം വാങ്ങിക്കുന്നത്, ഇന്നവേഴ്സ് പൊതുവേ വാങ്ങിക്കുന്നത് ഷൈവേ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇവരുടെ ഈ ഒരു ആപ്പിൽ പോയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് പാറ്റീസിനുണ്ട്, ബ്രാസിനുണ്ട്, നൈറ്റ് വെയർസിന്, സ്പോർട്സ് വെയർസിന്, അങ്ങനെ പൈജാമാസ്, അങ്ങനെ ഡിഫറെന്റ് കളക്ഷൻസ് ഇവരുടെ അവൈലബിൾ ആണ് കേട്ടോ. പോരാത്തിന് നല്ല അടിപൊളി ഓഫേഴ്സും നടക്കുന്നുണ്ട്. അപ്പൊ ഓഫേഴ്സിനെയൊക്കെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബ്രാസിന്റെ കളക്ഷൻസ് കാണാല്ലേ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, ഇതാണ് ഫസ്റ്റ് വൺ. ഇതൊരു റെഡ് കളർ ലേസ് വയേർഡ് ബ്രായ ആണ് കേട്ടോ. അപ്പൊ ഇതൊരു പാരഡ് ബ്രായും കൂടെയാണ്. ഒരുപാട് പാരഡ് അല്ല, ലൈറ്റ് പാരഡ് ആണ്. എനിക്ക് പൊതുവേ പാരഡ് ബ്രാസ് ആണ് ഇഷ്ടം. ഇങ്ങനെ ലൈറ്റ് പാരഡ് ആണെങ്കിൽ നല്ല സപ്പോർട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ഷേപ്പിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ആൻഡ് വയേർഡ് ബ്രായും കൂടെയാണ്. അപ്പൊ വയേർഡ് ബ്രാ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വയേർഡ് ബ്രാ വരുന്നത്. അപ്പൊ ഇത് ഒരു വയേർഡ് ബ്രായാണ്. ആൻഡ് ഇതിന്റെ സ്ട്രാപ്പ് വന്നിട്ട് ഒരു മീഡിയം സ്ട്രാപ്പ് ആണ്. ഒരുപാട് തിക്കും അല്ല തിന്നും അല്ലാത്തൊരു സ്ട്രാപ്പ് സൈസ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ആൻഡ് ഇതിന്റെ കവറേജ്, അപ്പൊ ഇതൊരു ഫുൾ കവറേജ് ആയിട്ടുള്ള ഒരു ബ്രായാണ്. ലൈക്ക് ഇപ്പൊ ഒരു 3/4 ഫുൾ കവറേജ് ഒക്കെ നമുക്ക് ഹൈനെക്ക് ആയിട്ടുള്ള ഡ്രസ്സസിനൊക്കെ പറ്റിയതാണ് കേട്ടോ. സോ അതാണ് ഈ ഒരു ബ്രാ. സോ ഈ ഒരു ബ്രാന്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 999 rupees ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇതിനകത്തൊരു ഓഫർ കിടക്കുന്നുണ്ട് 1199. സോ ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് കോംബോ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റേറ്റിന് കിട്ടും. അപ്പൊ നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ഓഫേഴ്സിന്റെ ബ്രാസ് അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് സെക്കൻഡ് വൺ. ഇതൊരു സീംലെസ് ടീഷർട്ട് ബ്രായ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചു തന്നതാണ്, കാരണം ഇതിന്റെ പ്രിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു പ്രിന്റഡ് ബ്രായ ആണ്, നല്ല ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ സീംലെസ് ബ്രാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും, ലൈക്ക് മോൾഡഡ് ബ്രാസ്, ലൈക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കപ്പ് ഉണ്ടാവില്ല, ആ ഒരു ക്ലോത്ത് പോലെ തന്നെ ആയിരിക്കും ഇതിന്റെ കപ്പ് സൈസ്. ആൻഡ് ഇത് ഓൾസോ വയേർഡ് ബ്രായ ആണ്, നമുക്ക് വയർ ഇവിടെ ഉണ്ട്. ആൻഡ് ഇതും ഒരു ഫുൾ കവറേജ് വന്നിട്ടുള്ള ഒരു ബ്രായ ആണ് കേട്ടോ. ആൻഡ് ഇതിന്റെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു സ്ട്രാപ്പ് ആണ്. നമുക്കിത് അഡ്ജസ്റ്റബിൾ ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി റിമൂവബിൾ ടു. ആൻഡ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് നൈലോൺ ആണ്, 82% നൈലോൺ ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് നമ്മളിപ്പോൾ ടീഷർട്ട് ഒക്കെ വെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബ്രസ്റ്റിന്റെ ഷേപ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ നിൽക്കാനും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും പറ്റുന്ന ഒരു ബ്രായാണ് കേട്ടോ ഇത്. ആൻഡ് ഈ ഒരു ബ്രാൻഡ് റേറ്റ് വന്നിട്ട് 849 rupees ആണ് ആക്ച്വലി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓഫർ ഇല്ലേ, ആ ഒരു റെഡ് ബ്രാൻഡിന്റെ കൂടെ ഞാൻ ഇതും കൂടെയാണ് കോംബോ ചെയ്തിട്ട് 1199 വാങ്ങിച്ചത്. ഇനി ഇതിന്റെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതേതാന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് തേർഡ് വൺ. ഇതൊരു ഗ്രേപ്പ് കളർ ലേസ് ബ്രായ ആണ്. ആൻഡ് ഇതൊരു ബാൽക്കണറ്റ് ബ്രാ എന്ന് പറയും. അതായത് നമ്മളിപ്പോ വൈഡ് നെക്കുള്ള ഡ്രസ്സിൽ ഇപ്പൊ ക്ലീവേജ് ഒക്കെ കുറച്ച് കാണുന്ന രീതിയിൽ, ഇപ്പൊ നല്ല നെക്ക് ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഡ്രസ്സസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബ്രായ ആണ് കേട്ടോ. ആൻഡ് ഇതും ലൈറ്റ് പാഡഡ് തന്നെയാണ്, മാത്രമല്ല വയേർഡ് ബ്രായും കൂടെയാണ്. ഒരുപാട് പാഡില്ല, ലൈറ്റ് പാഡഡ് തന്നെയാണ്. ആൻഡ് ഇതിനെ റൂഷ്ഡ് ബ്രാ എന്ന് പറയും. അതായത് താഴെ ഇങ്ങനെ ഫ്രില്ല് വേണം, നമ്മൾ കേർട്ടൻസ് ഒക്കെ പോലെ താഴെ ഇങ്ങനെ ഫ്രില്ല് പോലെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിന് നടുക്കായിട്ട് ഇതുപോലെ ഒരു സ്റ്റോൺ ഹാങ്ങിങ് കൂടെ ഇതിനകത്തുണ്ട് കേട്ടോ. ആൻഡ് നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം വൈഡ് ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വെയർ ചെയ്യാം. ആൻഡ് സ്ട്രാപ്പ് വന്നിട്ട് ഒരു മീഡിയം തിക്നെസ്സിലുള്ള ഒരു സ്ട്രാപ്പ് തന്നെയാണ്. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 999 rupees ആണ് ആക്ച്വൽ റേറ്റ്. അപ്പൊ ഞാൻ ആ രണ്ട് ബ്രാസിന്റെ കൂടെ ഒരുമിച്ച് കോംബോ ചെയ്തിട്ട് ഇത് 3 ഞാൻ 1199 വാങ്ങിച്ചതാണ് കേട്ടോ. സോ ഗൈസ്, ഇതാണ് അടുത്തത്. ഇതൊരു പിങ്ക് കളർ ലേസ് പുഷപ്പ് ബ്രായ ആണ് കേട്ടോ. അപ്പൊ പുഷപ്പ് ബ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബ്രസ്റ്റ് സൈസ് കുറച്ചുള്ളവർക്ക് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പുഷപ്പ് ബ്രാസ്. അപ്പൊ അതിനകത്ത് തന്നെ 3 ലെവൽ വരുന്നുണ്ട്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഇത് ലെവൽ 1 ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ താഴത്തായിരിക്കും ആ ഒരു പാഡിന്റെ തിക്നെസ്. ആൻഡ് ഇത് ഇവിടെ ഒരു ലേസ് മെറ്റീരിയൽ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതിന് നടുക്കതാ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഉണ്ട്. പോരാത്തതിന് ഇതൊരു വയേർഡ് ബ്രായും കൂടെയാണ് കേട്ടോ. സോ നമുക്ക് ഒരു താഴ്ത്തുന്ന ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടാവും.
ആൻഡ് ഇതിന്റെ സ്ട്രാപ്പ് വന്നിട്ട് ഒരു മീഡിയം സൈസ് സ്ട്രാപ്പാണ്. സ്ട്രാപ്പ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോ മോസ്റ്റ്ലി ഇങ്ങനത്തെ ബ്രാസ് പ്രിഫർ ചെയ്യുന്നത് വെസ്റ്റേൺ വെയേഴ്സിനാണ്. അതായത് ഇപ്പോൾ കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് ക്ലീവേജ് അങ്ങനത്തെ ഡ്രസ്സ് വെസ്റ്റേൺ വെയേഴ്സ് ആണ് ധരിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ബ്രാസ് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിരിക്കും. ആൻഡ് ഈ ഒരു ബ്രാൻഡ് കവറേജ് വന്നിട്ട് ഹാഫ് കവറേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം പുഷപ്പ് ബ്രാ ആയതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 799 റുപ്പീസ് ആണ് ആക്ച്വൽ റേറ്റ്. അപ്പൊ ഞാൻ ഇത് സെക്കൻഡ് ഓഫറിന് വാങ്ങിച്ച ഒരു ബ്രായാണ് കേട്ടോ. അതായത് ഇതിന്റെ കൂടെ 2 കോംബോയും കൂടെ എടുത്തിട്ട് അത് 899 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ ആ 2 കോംബോസ് ഏതാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് അടുത്തത്. ഇതൊരു പിസ്ത കളർ മെലോഞ്ച് ബ്രായാണ് കേട്ടോ. അതായത് നമുക്ക് ഡെയിലി വെയറിന് പറ്റിയൊരു ബ്രായാണ്. നമ്മളിപ്പോ ഈ കുർത്തീസ് ഒക്കെ ഇടുമല്ലേ, അപ്പോൾ ആ ഒരു ഡ്രസ്സസിന് പറ്റിയൊരു ബ്രായാണ് കേട്ടോ. ആൻഡ് ഇത് ഒരു ലൈറ്റ് പാഡഡ് ആണ്. ഇതിന്റെ കവറേജ് വന്നിട്ട് ഒരു ഹാഫ് കവറേജേ ഉള്ളൂ. ആൻഡ് ഇത് വയേർഡ് ആണ്. ആൻഡ് ഇതിന്റെ വയർ വന്നിട്ട് കുറച്ച് നല്ല തിക്ക് ആയിട്ടുള്ളതാണ്. സോ നല്ലൊരു സപ്പോർട്ട് ബ്രസ്റ്റിന് കൊടുക്കും. ആൻഡ് ഇതിന്റെ സ്ട്രാപ്പ് വന്നിട്ട് കുറച്ച് തിൻ ആയിട്ടുള്ള സ്ട്രാപ്പാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്. നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചോട്ടോ. നല്ലൊരു കളറാണ്. നമുക്ക് ഈ ലൈറ്റ് ഷെയ്ഡ്സിനൊക്കെ ഇടാൻ പറ്റിയ ഒരു കളറും കൂടെയാണ്. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 699 റുപ്പീസ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പിങ്ക് ബ്രാൻഡ് കൂടെ കോംബോ ചെയ്തിട്ട് ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ട് 899 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. സോ ആ മൂന്നാമത്തെ ബ്രാ ഏതാണെന്ന് കൂടെ നമുക്ക് കാണാം. സോ ഇതാണ് ലാസ്റ്റ് വൺ. ഇതും ഒരു പ്രിന്റഡ് ബ്രാ തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ഒരു ബ്രാ തന്നെയാണ്. സെയിം പാറ്റേണിൽ തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. ആൻഡ് ഇതൊരു ലൈറ്റ് പാഡഡ് ആണ്. മാത്രമല്ല വയേർഡ് ബ്രായും കൂടെയാണ്. നമ്മുടെ ഒരു വയേർഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു വയർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ താഴെ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ലേസ് ഉണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ആൻഡ് ഇതിന്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോൺ പോലത്തെ ഒരു ഹാങ്ങിങ്ങും വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സ്ട്രാപ്പ് വന്നിട്ട് നേരത്തെ പോലത്തെ തന്നെ ഒരു മീഡിയം സ്ട്രാപ്പ് ആണ് വന്നിട്ടുള്ളത്. റിമൂവബിൾ ആണ്. ആൻഡ് കവറേജ് ഫുൾ കവറേജ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എവറിഡേ ഡെയിലി വെയേഴ്സിന് പറ്റിയത്, ഇപ്പൊ കുർത്തീസ് ആണെന്നുണ്ടെങ്കിലും ഹൈനെക്ക് ആയിട്ടുള്ള ഡ്രസ്സസിനും അതുപോലെ തന്നെ ടീഷർട്ട് പോലത്തെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രാ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതിന്റെ റേറ്റ് 899 റുപ്പീസ് ആണ്. സോ ഞാൻ നേരത്തെ കാണിച്ച ബ്രാൻഡിന്റെ കൂടെ കോംബോ ചെയ്തിട്ട് ഓഫറിന് വാങ്ങിച്ചതാണ് ഈ ഒരു ബ്രാ. സോ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള നൈറ്റ് വെയർ. ഇത് 95% കോട്ടൺ ആയിട്ടുള്ള ഒരു നൈറ്റ് വെയർ ആണ് കേട്ടോ. അപ്പൊ ഇതൊരു ലോങ് ടീ നൈറ്റ് വെയർ ആണ്. നമ്മുടെ നീ ലെങ്ത് ആയിട്ടാണ് വരുന്നത്. 2 സൈഡും പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ നൈറ്റ് വെയർ ആണ് പൊതുവെ ഇഷ്ടം. അതാണ് വാങ്ങിച്ചത്. പിന്നെ ഓഫറും കണ്ടല്ലോ, അതുകൊണ്ടാണ്. സോ ഇതിന്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടെ നമ്മൾ വാങ്ങിച്ച സമയത്ത് ഒരു 2 പാൻറ്റീസും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. നോർമൽ പാൻറ്റീസും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടി. സോ ഒരുപാട് ഓഫേഴ്സ് ഷൈവേയിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോഡക്ട്സിന്റെ ക്വാളിറ്റിയാണ്. അത് ഒന്നും പറയാനില്ല, അത്രയും നല്ല ക്വാളിറ്റിയാണ്. ആക്ച്വലി നമ്മളിപ്പോ ഈ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണല്ലേ നമ്മുടെ ഈ ഇന്നോവേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. അതിൽ ഒരു കോംപ്രമൈസും ആരും തന്നെ ചെയ്യാൻ പാടില്ല കേട്ടോ. സോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. സോ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത് കാണാൻ പറ്റും. ഒരുപാട് ഡിസൈൻസ്, വെറൈറ്റീസും കളക്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രോഡക്ട്സിന്റെ ഒക്കെ ക്വാളിറ്റിയാണ്. അപ്പൊ നിങ്ങൾ വാങ്ങിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യം ആരും ഇന്നോവേസിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ. ബിക്കോസ് നമ്മളത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഹൈജീൻ അത്രയായിട്ട് നോക്കേണ്ട ഒന്നാണ്. സോ ക്ലോത്തും അതിന്റെ ക്വാളിറ്റിയും എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാനാണെങ്കിലും. ആൻഡ് ഞാൻ ഈ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിലെല്ലാം മെൻഷൻ ചെയ്തേക്കാം. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ ബ്രാസ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ സൈസ്, ഇപ്പൊ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 32B സൈസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ആൽഫബറ്റ്സ് ലൈക്ക് BCD എന്നൊക്കെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഏതാണ് സൈസ് എന്നുള്ളത്. സോ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മുടെ സൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് വിത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കപ്പ് സൈസ് ഏതാണെന്ന് ഇതിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു ആപ്പിന്റെയും പ്രോഡക്റ്റിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.